ടോട്ടൽ ഡ്രാമയാണ് സിനിമ. ഒരു കൺവെൻഷണൽ രീതിയിൽ പോകുന്ന പടമല്ല ഒട്ടും തന്നെ. നിങ്ങളൊരു ഡ്രാമ കാണാൻ പോകുന്ന, ഒരു തിയേറ്റർ കാണാൻ പോകുന്ന രീതിയിൽ പോയി കാണണം. ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു മടുപ്പ് വരുന്ന രീതിയിൽ തോന്നുമായിരിക്കാം, പക്ഷെ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ സിനിമയിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണോ. നിങ്ങൾ എന്താണോ വരുന്നത് അത് കംപ്ലീറ്റ്ലി ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സോടുകൂടിയാണ് നിങ്ങൾ എല്ലാവരുടെയും സിനിമ കാണാൻ. ബ്യൂട്ടിഫുൾ സിനിമയാണ്. ഇറങ്ങുന്ന സമയത്ത് യു വിൽ ഹാവ് ഗൂസ് ബംസ്, ഗ്യാരണ്ടീഡ് ആണ്. വലിയ കുഴപ്പമില്ല, കൊള്ളാം. LJP പടം നല്ല രസമുണ്ട്, ചെറുതായിട്ട് മാസമുണ്ട്, ബട്ട് ഗുഡ് ക്ലാസ് മൂവി. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചതല്ല കിട്ടിയത്, ബട്ട് ഹാപ്പിയാണ്. ലിജോ ജോസിന്റെ ഒരു എന്താ പറയാ, ഒരു ആഷസ് ഓഫ് ടൈം എന്നൊക്കെ പറയാം. അപ്പോ പുള്ളി ആ ഒരു ഫോക്ലോർ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഇനി എന്താ പറയാ, ഓഡിയൻസ് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇനി കണ്ടറിയേണ്ടതാണ്. കാരണം കൺവെൻഷണൽ രീതിയിലല്ല പടം. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പടം പ്രതീക്ഷിച്ചത്ര പോരാ. മേക്കിംഗ് കൊള്ളാം, പക്ഷെ എന്താ പറയാ, നമ്മൾ ഉദ്ദേശിച്ചത്ര ഒരു ഇത് കിട്ടിയില്ല. LJPയുടെ ഒരു ലെവലിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒന്നും വന്നിട്ടില്ല. പിന്നെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, മേ ബി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടല്ലോ. ഇതൊരു ആവറേജ് ആയിട്ട് തോന്നുള്ളൂ, അല്ലാതെ കാര്യമായിട്ടൊന്നും. ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, അപ്പൊ മേ ബി അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇതൊരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. നമ്മളെന്താ പറയാ, ഈ അവർ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ പക്ക ഒരു ക്ലാസ് പടം. നമ്മൾ പക്ഷേ മാസം ഔട്ട് ആൻഡ് ഔട്ട് മാസ പടമല്ല, പക്ക ക്ലാസ് പടം. പക്ഷെ ഫ്രെയിം, ഫൈറ്റ്, നമുക്ക് എന്താ വേണ്ട അതെല്ലാം സിനിമയിലുണ്ട്. ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഡിസപ്പോയിന്റ് അല്ല ഒട്ടും. ആൾക്കാർ ബാക്കിയെല്ലാം കണ്ടറിയണം. ബാക്കി പടം ക്ലാസ്, ഒരു രക്ഷയില്ല. അടിപൊളി സിനിമ. സിനിമ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ട് തോന്നി. നമ്മൾ വിചാരിച്ചു പടം ഭയങ്കര ലാഗിലോട്ട് കൊണ്ടുപോകുന്നു വിചാരിച്ചു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ ആരംഭം തൊട്ട് നല്ല രീതിയിൽ അത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല പടം. പക്ഷേ അത് സിനിമ ആസ്വദിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നമ്മളറിയാം ലിജോയിന്റെ പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വെറൈറ്റി പടമാണ്. നമ്മൾ എല്ലാവരുടെയും എവരിവൺ സപ്പോർട്ടീവ് അല്ല. അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. ഫസ്റ്റ് ഹാഫ് എന്തല്ല കാര്യം, ഫസ്റ്റ് ഹാഫ് വെച്ച് സെക്കൻഡ് ഹാഫ് വിലയിരുത്തരുത്. തികച്ചും വ്യത്യസ്തമായ ഒരു പെട്ടെന്നൊരു സ്ലോ ബിൽഡപ്പ് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഒരു ബൂസ്റ്റ് കയറിയ പോലെയായി. നല്ല കൊള്ളാം. ഓവറോൾ അതിന്റെ ഓരോ ഫ്രെയിംസും മറ്റു കാര്യങ്ങളൊക്കെ വളരെ രീതിയിലാണ് അവർ നല്ല രീതിയിൽ ചിത്രീകരിച്ചേക്കുന്നത്. കൊള്ളാം. പല നല്ല ഫ്രെയിംസും നല്ല നല്ല ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടി. ഫൈറ്റ് ആണെങ്കിലും നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് ഒരു 30 മിനിറ്റ്സ് എനിക്ക് അത്ര, എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അത്ര എനിക്ക് അത്ര ഒരു ശോകമായിട്ടാണ് തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ലിഫ്റ്റ് ഉണ്ട്, അത് കിണ്ണമായിട്ടുണ്ട്. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് കഴിഞ്ഞൊന്നും പറയാനേ ഇല്ല. ക്ലൈമാക്സിലാണ് പടം ഇരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ്. നല്ല പടം, രക്ഷയില്ല. മോഹൻലാല് മാരകം. നല്ല തിരിച്ചൊരു മോഹൻലാലിനെ ഇതിനും ബെസ്റ്റ് ഒന്നും കാണിക്കാനില്ല. ഇനി മോഹൻലാലിന് തിരിച്ചു വരാനല്ല, മോഹൻലാലിന് ചെയ്തു വെക്കാൻ ഇനി ഒന്നുമില്ല. മോഹൻലാലിന്റെ സുപ്രമസിയാണ് ഇവിടെ. മോഹൻലാലിനെ തിരിച്ചു വരവെന്നല്ല, നിലനിൽപ്പാണ് മോഹൻലാലിന്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഡയറക്ടറിന്റെ കൈ കിട്ടിയ മോഹൻലാൽ എന്താണെന്ന് കാണിച്ചു തന്നൊരു സിനിമയായിരിക്കും. മോഹൻലാലിനൊന്നും കാണിക്കാനില്ല. മാക്സ് ആളെ ബെസ്റ്റ് കാണിച്ചിരുന്നതാണ്. ഇതിനും ഇനി പുള്ളിക്ക് എന്ത് പറ്റും ഇനി. സിമ്പിള് പോയി. നമ്മുടെ പഴയ MGR പടമൊക്കെ കാണുന്ന പോലെ MGRന്റെ സ്റ്റൈല്, ആ ഇൻസ്പിറേഷൻ പുള്ളി ചെയ്ത പടമെന്ന് തോന്നുന്നു. പടം പൈസ കൊള്ളാം. ഫ്രെയിം ബേസ് അടിപൊളി. പിന്നെ അറ്റ്മോസ്ഫിയർ കാണണം. നല്ല വർക്ക്, BGM വർക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹരീഷ് പേരടി, എല്ലാവരുടെയും പെർഫോമൻസ്. ഹരീഷ് പേരടി മോഹൻലാലിന്റെ അതേ അത്രയും ഒരു റോള് ചെയ്തിരിക്കുന്നത്. ഏതായാലും പടം കൊള്ളാം. പടം അല്ല, ഞാൻ വേറൊരു സ്റ്റൈലാണ് പടം ചെയ്തിരിക്കുന്നത്. നമ്മള് ഒരു കൊമേഴ്സ്യലായിട്ട് ചിന്തിക്കുകയോ ചെയ്യരുത്. വേറൊരു പടം, പുള്ളിയുടെ ഒരു സ്റ്റൈലാണ് പടം ചെയ്തിരിക്കുന്നത്. കൊള്ളാം. ഒന്നാമത് കാണാനുണ്ട് കേട്ടോ. ഓക്കെ. അതായത് മലയക്കോട്ട് വാലിബൻ പടം കണ്ട് അത് പ്രതീക്ഷിക്കത്ര ഞാൻ ഉയർന്നിട്ടില്ലെന്ന് ഞാൻ പറയും. കാരണം ഞാൻ കുറച്ചും കൂടി മാസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. മാസ് എന്ന് പറയുന്ന സാധനം ഇതിലില്ല. ഒരു ക്ലാസിക്കൽ പടം. അതായത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മേക്കിംഗ് ഒക്കെ കണ്ടെങ്കിൽ ഈ പടത്തിന് എന്തായാലും ടിക്കറ്റ് എടുത്തോ കാണാം. അതേപോലെ തന്നെ മേക്കിങ്ങിന് പോലെ തന്നെ ഇതിലെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതൊക്കെ നല്ല കിട്ടും തന്നെ. അതേപോലെ ആക്ടിവൈസ് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ ചിന്നെന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. പുള്ളിക്കാരന് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ആവറേജ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോ സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ ഒരു എൻട്രി പോലെ വന്നിട്ടുണ്ട്. എന്താവുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിക്കുന്നത് ഈ ഹനുമാൻ കഥാപാത്രമില്ലേ, അതേപോലൊക്കെ ഒരു ഇതിലാണ് കൊണ്ടു നിർത്തിക്കുന്നത്. എങ്ങനെ വരുന്നു അറിഞ്ഞൂടാ. മാസ് പടമാണോ അതോ ഡ്രാമ? സാധാരണ ഒരു മൂവി അത്ര. കുഴപ്പമില്ല. സൂപ്പർ അടിപൊളി. കുഴപ്പമില്ല. പ്രതീക്ഷ
പ്രതീക്ഷിച്ച പോലെ ഉണ്ടോ? പ്രതീക്ഷിച്ച പോലെ ഉണ്ടോ? പ്രതീക്ഷിച്ച പോലെയൊക്കെ അത്യാവശ്യം ഒപ്പിക്കാം. LJP മോഹൻലാൽ കൂട്ടുകെട്ടിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമയാണോ? കുഴപ്പമില്ലാത്ത നല്ലൊരു പടമാണ്. മാസ് മൂവിയാണോ? എങ്ങനെയുണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ച പോലെ? കുഴപ്പമില്ല കണ്ടിരിക്കാം. ഒരുപാട് അടിപൊളിയാ. ഒരു മോഹൻലാൽ മൂവിയാണോ LJP മൂവിയാണോ? LJP മൂവിയാ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നിങ്ങളെ അടിപൊളി സൂപ്പർ മൂവി കിട്ടുക്കാച്ചി. അടിപൊളി ഉള്ള കയറി കണ്ടു. പടം ഇല്ല അടിപൊളി. സിനിമകളുടെ അടുത്തു കൂടെ പോണ്ട. പോരാ കുഴപ്പമില്ല. മാസല്ല, ഭയങ്കര ക്ലാസ് പടം. എല്ലാവർക്കും ഇഷ്ടാവില്ല. കുറച്ചു പേർക്ക് ഇഷ്ടാവും. ഭയങ്കര ക്ലാസ്. LJP മൂവി എന്ന് പറയാൻ പറ്റും. LJP പടം ഇഷ്ടായില്ല. വസ്തുവിനും പറ്റൂല. ഇതൊരു സിനിമയത് വെറുത്തുപോയി. ഒരു ക്ലാസ് ടൈപ്പാ, മാസമൊന്നുമില്ല. നിങ്ങളൊക്കെ അതിലാണ് വന്നത്. പക്ഷേ ക്ലാസ് കുറെ ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ. വിഷ്വൽ സ്ട്രീറ്റ് ആണ്. മോഹൻലാലിന്റെ അഭിനയം അങ്ങനെ വലിയ അഭിനയൊക്കെ കൊള്ളാം. പക്ഷെ എന്നാലൊരു പോരാ. സ്റ്റോറി മനസ്സിലായില്ല വരെ. സ്റ്റോറി പോരാ. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. പ്രതീക്ഷയുണ്ട്. ഇവിടുത്തെ പോരായ്മ നോക്കാം. കുഴപ്പമില്ല. നിങ്ങൾ ഏത് ടൈപ്പ് പടമാണ് പ്രതീക്ഷിച്ചത്? പ്രതീക്ഷ അത്രല്ല, ഒരു ആവറേജ് മൂവി. LJP അടിപൊളി മൂവി. ക്ലാസ് മൂവി. മാസം ഉണ്ട്, പക്ഷെ ക്ലാസ് ഉണ്ട്. അല്ല, എന്നാലും മാസത്തിന് പക്ഷെ ക്ലാസ് നല്ല മൂവി. നല്ല മൂവി. ക്ലാസ് മാസും നല്ലൊരു പടം. ലിജോ ജോസിന്റെ പടം നല്ലൊരു പടം. മോഹൻലാൽ നല്ല തകർത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ക്ലാസിക് ടൈപ്പ് മൂവിയാണ്. ഒരു ക്ലാസ് മാസ് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ ഉള്ളു. നമ്മൾ പ്രതീക്ഷ അത്ര ഇല്ല. സിനിമ കുഴപ്പമൊന്നുമില്ല. സിനിമ ഇതൊരു LJP ഫാക്ടറാണ്. LJP ഇഷ്ടപ്പെടുന്ന ആൾക്ക് സിനിമ ഇഷ്ടപ്പെടും. അല്ലാതെ ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ കാണാൻ മാത്രമൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഒരു 4 വർഷമായിട്ട് നമ്മുടെ ലാലേട്ടൻ സ്ക്രീനിലില്ല. ഇനിയിപ്പോ എമ്പുരാന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പടം ഭയങ്കര ലാഗാണ്, ഭയങ്കര മോശമാണ്. ഒരു ഒടിയൻ, അതേപോലെ കുഞ്ഞാലി മരക്കാർ അതേ ലെവലാണ്. തീരെ പോരാ. ഞാൻ മോഹൻലാൽ ഫാനാണ്, എന്നാലും തീരെ പോരാ. ഇനി ആകെ പ്രതീക്ഷ എമ്പുരാനിൽ മാത്രം. മലയാളത്തിൽ വാലിബൻ കണ്ടതെല്ലാം പോയി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി പടമാണ്. നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല കാണാൻ ഒരു ഇടിപ്പടം.